റിലീസായിന്ന് പോലും എത്തുന്നില്ല, അങ്ങനത്തെ അവസ്ഥ വരാറുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇനിയിപ്പം ആക്ഷൻ ഹീറോ ബിജു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനകത്തുള്ളത് സീരിയസ് ആണെങ്കിൽ ഒരു കോമിക്കൽ അപ്രോച്ച് ആയിരുന്നു. എല്ലാവരും എൻ്റെ ക്യാരക്ടർ കണ്ട് ചിരിച്ചിട്ടുള്ളൊരു പടം, ഈവൻ കുട്ടികളടക്കം അത്തേറ് വിളിക്കുന്ന സീൻ. അപ്പൊ അതെന്താണ്, ഒരു പോലീസ് ഓഫീസർ അങ്ങനെ ചെയ്യാമോ ഇല്ലേ, അതിനകത്തുള്ള വിരോധാഭാസങ്ങൾ എല്ലാം ആ ക്യാരക്ടറിനുണ്ട്. പക്ഷെ ബാക്കി പല സീക്വൻസുകളും നോക്കിക്കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിരിക്കും. ഇതിൽ ഞാൻ കുറച്ച് സീരിയസ് ആണ്. ഓക്കെ, ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജി 2-ന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ നിലവിലുള്ള അപ്ഡേഷനും കൂടി ഒന്ന് പറയാമോ? അത് ഷൈൻ ഓൾറെഡി കഥയെല്ലാം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ആ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷൈൻ ഇഷ്ടപ്പെടില്ല. അവനിവിടുന്ന് കേരളം പുറത്ത് കുറേ ദൂരത്ത് പോയിട്ട് ഒരു ബോർഡർ ഏരിയയിൽ ഷൂട്ടെല്ലാം ചെയ്തിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സീക്വൻസ്. അപ്പം ഷൈനെ സംബന്ധിച്ചിടത്തോളം അത് പുറത്ത് വിടണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ സ്ഥലം പറയുന്നില്ല. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു പടം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിവിൻ പോളി ഡേറ്റ് കൂടെ ഒന്നും മാറിയിരിക്കുന്നു. ബിക്കോസ് ഈസ് ഡൂയിങ് ഇപ്പം ലിസ്റ്റിൻ്റെ പടം ചെയ്യുന്നത്, എൻ്റെ അസിസ്റ്റൻ്റാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. ആ പടത്തിനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളേ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സാറിൻ്റെ തഗ് ലൈഫ് ഉണ്ട്, അതിൻ്റെയോട് കൂടിയാണ് ഇതിൻ്റെ റിലീസ് വരുന്നത്. ക്ലാഷ് റിലീസായിട്ടാണ് ഏകദേശം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടന്റിലുള്ള കോൺഫിഡൻ്റ് ആണോ ഇതിനോട് ക്ലാഷ് റിലീസായി വെക്കാനുള്ള കാരണം? അങ്ങനെ ഇന്റൻഷനിലൊന്നല്ലായിരുന്നത്, അങ്ങനെ ഇന്റൻഷനിലൊന്നല്ല ഈ പടം റിലീസ് വെച്ചിരിക്കുന്നത്. അത് വന്നു, പിന്നെ വലിയൊരു ആൾക്കാർ പോന്നു, പൈന വല്ലതും അതിന് കൂടുതൽ ഞങ്ങളൊക്കെ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവരായിട്ട് തല്ലിവിടാൻ വേണ്ടിയിട്ടൊന്നുമില്ല നിൽക്കുന്നത്. കമൽസാർ ഇവിടെ ഉള്ളത്, നമ്മുടെ കൂടെ ആൾക്കാരുടെ ഉള്ളത്. സോ ബട്ട് കണ്ടന്റ്, സിനിമയ്ക്കകത്തൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അതായത് ഒരു കാണുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊരു സ്ഥലങ്ങളൊന്നും ബാധിക്കുന്നില്ല. നോർമലി വലിയ ഹൈപ്പിൽ വരുമ്പോൾ ഫിലിമിൻ്റെ കൂടെ ചെറിയ ഫിലിം വെക്കുമ്പോൾ അത് അറ്റൻഷൻ കുറവായിരിക്കും. ആൾക്കാർക്ക് ഇങ്ങനെ ആളുകളിലേക്ക് എത്തുന്നില്ല, ഈ ഫിലിം റിലീസായിന്ന് പോലും എത്തുന്നില്ല, അങ്ങനത്തെ അവസ്ഥ വരാറുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. വലിയ സിനിമകള് തിയേറ്ററിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ജനങ്ങളിൽ പുറത്തേക്ക് വരുന്നത്. വലിയ സിനിമയുടെ കൂടെ എപ്പോഴും ചെറിയ സിനിമ പിടിച്ചെടുക്കണം. വലിയ സിനിമ ഞാൻ RRR എന്ന് പറഞ്ഞ സിനിമയുടെ കൂടെ ഒരു ചെറിയ സിനിമ റിലീസ് ചെയ്തു. നമ്മുടെ ഗായത്രി അഭിനയിച്ചൊരു സിനിമ അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടി. അതിന് 500 പേര് കയറി, ഇതിന് 25 പേര് കയറിയാൽ മതി. ഇത് ഒറ്റയ്ക്ക് റിലീസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 10 പേര് പോലും കയറത്തില്ല. അതാണ് ഇതിന്റെ സ്ഥിതി. അത് കണ്ടുകൂടി തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇത് 5-ാം തീയതിയാണ്, ഇത് 6-ാം തീയതിയാണ്, ഒരു ദിവസം വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല.